മുഖ്യമന്ത്രി പ്രകടന പത്രിക അനാച്ഛാദനം ചെയ്തതിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് ഇന്ന് അല്പം വൈകിപ്പോയി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണല്ലോ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവമെടുത്താൽ നമ്മുടെ കേരള ചരിത്രത്തിലുണ്ടായത് ഒരു സാധാരണ ഭരണകാലമല്ല. ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം പുനർനിർമ്മിക്കുന്ന കാലമായിരുന്നു. വികസനത്തിൻ്റെ പുതിയ പാത തുറന്ന കാലഘട്ടമാണ്. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ കേരളം നേരിട്ടത് ഒരു ഭാഗത്ത് കടുത്ത സാമ്പത്തിക പരിമിതികൾ, അതോടൊപ്പം വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, സാമൂഹ്യ സുരക്ഷാ മേഖലയിലെ ഒട്ടേറെ വെല്ലുവിളികൾ, ഇതെല്ലാം നിലനിന്ന ഘട്ടമായിരുന്നു അത്. ഈ ഘട്ടത്തില് LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇവയ്ക്ക് പരിഹാരം കാണാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. നല്ല രീതിയിൽ ഓരോ മേഖലയിലും പരിഹാര നടപടികളുണ്ടായി. പക്ഷേ നമുക്ക് മറ്റൊട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. അതാണ് 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അടുത്ത വർഷമുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും, ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന കടുത്ത വെല്ലുവിളികളായിരുന്നു. എന്നാൽ ഈ എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ നമുക്കായി. കേരളത്തിന് നല്ല രീതിയിൽ മുന്നേറാനായി. ഇത് കൃത്യമായ ദിശാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത്. LDFന് ഉള്ള രാഷ്ട്രീയ ദർശനം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലുള്ള വ്യക്തമായ ദിശാബോധം, അതാണ് നമ്മുടെ സംസ്ഥാനത്ത്
മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയത്. വികസനം മനുഷ്യ കേന്ദ്രീകൃതമാകണം. നല്ല രീതിയിൽ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്നതുമാകണം. നമ്മുടെ വികസനത്തെക്കുറിച്ച് LDF ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത് സാമൂഹ്യ നിരധിഷ്ഠിതമായ വികസനമെന്നാണ്. അതേസമയം സർവതല സ്പർശിയായിരിക്കും. ഇതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതിയും സാമ്പത്തിക പുരോഗതിയും കൈകോർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ജനക്ഷേമവും വികസനവും തമ്മിലൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ അനുഭവം. ഒരു പ്രത്യേകത സ്ത്രീ ശാക്തീകരണ കാര്യത്തിലാണ്. ഈ ദശാബ്ദത്തിൻ്റെ പ്രത്യേക നേട്ടമായി തന്നെ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. കുടുംബശ്രീയുടെ ശക്തിയിൽ സ്ത്രീകൾ സാമൂഹ്യവും സാമ്പത്തികവുമായി മുന്നേറുകയുണ്ടായി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 2017-18 26.5%. എന്നാലത് 23-24 36.4% ഉയർന്നു. അതോടൊപ്പം വീട്ടമ്മമാർക്ക് സാമ്പത്തിക സഹായം, സ്വയം തൊഴിലവസരങ്ങൾ, സേവന മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ഘടനയെ വലിയ തോതിൽ സ്വാധീനിച്ചതും മാറ്റിയതുമായ ഇടപെടലായിരുന്നു. സാമൂഹ്യ സുരക്ഷയിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നത് ഈ 10 വർഷക്കാലത്തെ അനുഭവം എടുത്താൽ 2000 രൂപയായി വർദ്ധിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ 50,000 കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചത്. അതേസമയം പട്ടയം 4 ലക്ഷത്തിലധികം പട്ടയം വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ലൈഫ് മിഷൻ വഴി 5 ലക്ഷത്തിലധികം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. അതിൽ 2 ലക്ഷത്തിലധികം വീടുകൾ പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതി, നമ്മുടെ 60% വീടുകളിലും പൈപ്പ് ജലം എത്തിക്കാൻ നമുക്കായി. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്. ഒന്ന്, തസ്തികകൾ സൃഷ്ടിച്ചതാണ്. ഈ കാലയളവിൽ 10,000-ലധികം തസ്തികകൾ ആരോഗ്യരംഗത്ത് സൃഷ്ടിച്ചു. 13,000 കോടി രൂപ ആരോഗ്യമേഖലയിൽ ചെലവഴിക്കുന്നതിനിടയുണ്ടായി. സർക്കാർ ആശുപത്രികളിലെ OP സന്ദർശനം അത് 13 കോടിയായി ഉയർന്നു.
ശിശുമരണ നിരക്ക് ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യത്തെ ആരോഗ്യ സൂചികൾ എടുത്താൽ അതിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ പ്രത്യേകത ആരോഗ്യരംഗം പോലെ തന്നെ ഉള്ളതാണ് വിദ്യാഭ്യാസ രംഗവും. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി, തകർന്നു പോകുമെന്ന ആശങ്ക, അതെല്ലാം ദൂരീകരിക്കാനായി. മാത്രമല്ല 11 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി ചേരുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപകമായി നടപ്പാക്കി. 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട്. ഇതില് ഞാൻ നുണ പറഞ്ഞതല്ല. ഇപ്പോ 2011-16 കാലത്തെ കുറിച്ച് ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു എന്നുള്ളത്. യഥാർത്ഥത്തിൽ എത്ര വീട് നിർമ്മിച്ചു എന്നത് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും കണക്കിൽ ഔദ്യോഗികമായി അംഗീകരിച്ചതോ നാടിൻ്റെ അനുഭവത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നതല്ല ഈ 4 ലക്ഷം. നമ്മുടെ നാട്ടിലെല്ലാവരും ജീവിക്കുകയാണല്ലോ. ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്ന കണക്കുകളുണ്ടോ, വീടുകളുണ്ടോ? അപ്പോ ഒരു തരത്തിലും ശരിയല്ലാത്ത ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രത്യേക മികവ് അദ്ദേഹത്തെ പോലുള്ളവർ കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം, UDF കാലത്ത് ഈ ലൈഫ് മിഷൻ പോലുള്ള ഒരു കേന്ദ്രീകൃത ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു. ചെറിയ തുക കൊടുത്ത് വീട് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയായിരുന്നല്ലോ. ആ പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിക്കാൻ പുറപ്പെട്ടവര് പാവങ്ങളല്ലേ, വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പൊ ലൈഫ് മിഷൻ വന്നപ്പോഴുള്ള അനുഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? വിവിധ പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിക്കുന്നതിന് തടസ്സം വന്ന് വഴിക്കിട്ടുപോയ വീടുകൾ പൂർത്തീകരിക്കുന്നതിനാണ് ആദ്യം മുൻഗണന കൊടുത്തത്. കാരണം അന്നത്തെ പൈസ വീട് നിർമ്മിക്കാൻ തികയുമായിരുന്നില്ല. പിന്നെ ഈ പാവങ്ങൾക്ക് വീട് നിർമ്മിക്കാനും പറ്റില്ല. ലൈഫ് മിഷനിൽ 4 ലക്ഷം രൂപയാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായി നല്ലൊരു വീട് നിർമ്മിക്കാനാവും. ഈ പുതിയ പദ്ധതി വന്നപ്പോൾ പഴയ കണക്ക് ഏതായാലും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഏത് ലെവൽ വരെ എത്തിയോ അത് കഴിച്ച് ബാക്കിയുള്ള 4 ലക്ഷത്തിൻ്റെ ബാക്കി വരുന്ന എത്രയാണോ അത് കൊടുക്കുക എന്നുള്ള നിലപാടാണ് ആ ലൈഫ് മിഷൻ പദ്ധതിയിലെടുത്തത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, അന്ന് 2016 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ അവസാന കാലമാണല്ലോ 2016. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കണക്കല്ല, ഓരോ കൂട്ടരും ഓരോ മേഖലയും കൊടുത്തിട്ടുള്ള കണക്കുകളുടെ വീടുകളുടെ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതെല്ലാം കൂട്ടിയാൽ ആകെ ഞാൻ പറഞ്ഞ
4000 എത്തും, അതിനപ്പുറത്തില്ല. ഇത് ഉമ്മൻചാണ്ടി തന്നെ അസംബ്ലിയിൽ വ്യക്തമാക്കിയ കണക്കാണ്. അപ്പോ ഞാൻ നുണ പറയുന്നതല്ല, നുണ നാട്ടിൽ ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. നുണയെ മാത്രം ആശ്രയിക്കുന്നതിന്റെ ഭാഗമായി വീണ്ടും വീണ്ടും ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്, ഓരോ ശൈലികളുണ്ട്. CPIM-ന്റെ പതിവും രീതികളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കൃത്യമായി ഈ പിരിച്ച തുക ഏതാവശ്യത്തിനാണോ ആ ആവശ്യത്തിന് ചെലവിടും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഏത് കാര്യമായാലും ഏത് കാര്യത്തിനും CPIM പണം പിരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ആ പിരിച്ച പണം ഏതാവശ്യത്തിനാണോ അതിന് ചെലവിടുന്നതാണ് രീതി. അതുകൊണ്ട് തന്നെ ജനങ്ങള് CPIM-നെ വിശ്വാസത്തിലെടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ അതിന് തന്നെ നിർവഹിക്കുമെന്ന ധാരണയിൽ പണം നൽകുകയും ചെയ്യും. ഇതിനു മുൻപും വിവിധ സ്ഥലങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ CPIM സഹായിച്ചിട്ടുണ്ട്. എല്ലാം ആ പിരിച്ച പണം മുഴുവൻ സഹായിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ CPIM-ന്റെ വ്യക്തമായ നില അറിയാമെങ്കിലും ഒന്നിരിക്കട്ടെ എന്ന് വെച്ച് CPIM-നെതിരെ ഒരാക്ഷേപം ഉന്നയിച്ചതാണ്. അതിനിപ്പോ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ പൂർണ്ണമായി വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും ഉന്നയിക്കപ്പെട്ടൊരു കാര്യം എന്നുള്ള നിലക്ക് അതിന് വ്യക്തത വരുത്തി കഴിഞ്ഞു. പിരിച്ച സംഖ്യയും കൊടുത്ത സംഖ്യയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത്, അതാണ് വസ്തുത. അല്ല, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി അവിടെ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. അതിൽ അവരോടാണ് ആദ്യം ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ പുനരധിവാസം വേണ്ടത്, സർക്കാർ ചോദിച്ചത്. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. നിങ്ങൾ പുനരധിവാസത്തിന്റെ ഭാഗമായി സഹായം തന്നാൽ ഞങ്ങൾ ഓരോ കൊമ്പത്തായി പോകും. ഞങ്ങളെല്ലാവരും കൂടി ഒരിടത്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അങ്ങനെയാണ് ടൗൺഷിപ്പിന്റെ ആലോചന തുടങ്ങുന്നത്. അവർ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. ടൗൺഷിപ്പിന്റെ അത്തരമൊരു ആശയം വന്നപ്പോൾ അന്ന് തൊട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പ്രതിപക്ഷവുമായി നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി നടത്തുന്നുണ്ട്. അവർ കൂടി സമ്മതിച്ച കാര്യങ്ങളാണ് പൊതുവെ നടപ്പാക്കപ്പെടുന്നത്. അന്ന് കണ്ടത് സ്ഥലമെടുക്കുക, വീട് നിർമ്മിക്കുക, വീട് ഏകീകൃത രൂപത്തിലാവുക. ആ വീടിന് ഇപ്പോൾ വീടിൻ്റെ ഓഫർ നൽകിയവർ കുറേ ആൾക്കാരുണ്ട്. അവരോട് പണം വാങ്ങുക, അവരിൽ നിന്ന് ഒരു വീടിൻ്റെ പണം കണക്കാക്കി ആ പണം വാങ്ങുക, വീട് ഏകീകൃത രൂപത്തിൽ നിർമ്മിക്കുക. ഇതൊക്കെ ധാരണയായ കാര്യമാണ്. പക്ഷേ അന്ന് തന്നെ ഓരോരുത്തരുടെയും രീതിയും ശീലവും ഒക്കെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ ഇത്ര വീട് തരാന്നൊക്കെ പറയുമ്പം ചിലർ ആ വീട് തരുമോ, അതിന് പൈസ തരുമോ എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ഈ ആര് പൈസ തന്നാലും തന്നില്ലെങ്കിലും ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും. അതാണ് സർക്കാർ ഇപ്പോൾ ചെയ്തത്. ഈ വാഗ്ദത്തത്തിൽ നിന്ന് പലരും പിൻവാങ്ങി. അപ്പോൾ ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാവും അവരുടെ കയ്യിൽ കാശുണ്ട് എന്നുള്ളത്. എന്നാൽ കാശില്ലാന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. എവിടെയും കാശില്ല എന്നല്ലേ വന്നത്. കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കണക്ക് പറയാനില്ലാലോ. ഇപ്പോഴും വ്യക്തത വരുന്നില്ലാലോ.
എവിടെയും ആ പണമില്ലല്ലോ. അപ്പൊ അതൊരു ഇതുപോലൊരു കാര്യത്തിൽ അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇപ്പൊ മാത്രമല്ല, നാളെയും അത് ഗൗരവമായി കാണേണ്ടതാണ്. ഇതുപോലുള്ള ദുരന്ത ഘട്ടത്തിൽ ഇത്തരം പിരിവുകൾ നടത്തി അത് മറ്റു വഴിക്ക് സ്വന്തം കാര്യത്തിന് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ? അതിനെന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? ഭാവിയിലും ആലോചിക്കേണ്ട ഒരു വിഷയമായിരിക്കും അത്. ഇതിപ്പോ വളരെ കടന്നുപോയത് കൊണ്ട് നമുക്ക് ഇവിടെ നിർത്താൻ തോന്നും, ബാക്കി പിന്നീടാകാം. ഇലക്ഷൻ ചൂട് പിടിച്ചിരിക്കെ വാർത്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. വാർത്തകൾ ഇങ്ങനെ അടിക്കടിക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയവുമായി വേഗം തിരികെ എത്താം.